രോഗം സാരമായി ബാധിച്ചെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. രേണു വേദനയും ഭയവും ഉള്ളിലൊതുക്കുന്നു. അസുഖവിവരം തുറന്നു പറഞ്ഞ് ഫിറോസ്. ഗുരുതരമായ രോഗാവസ്ഥയിലുള്ള രേണുസുധിക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഫിറോസ് KHDC അഭ്യർത്ഥിച്ചു. പുതിയ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം രോഗം കൂടുതൽ സാരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ ഉടൻ ആരംഭിക്കും. ഗുരുതരമായ രോഗാവസ്ഥയിലുള്ള രേണുസുധിക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഫിറോസ് KHDC അഭ്യർത്ഥിച്ചു. പുതിയ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം രോഗം കൂടുതൽ സാരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ ഉടൻ ആരംഭിക്കും. രേണുസുധിക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് ഫിറോസ് KHDC രംഗത്ത്. പുതിയ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം രോഗം കൂടുതൽ സാരമായി ബാധിച്ചിട്ടു. അതും കൂടാതെ മെഡിക്കൽ കോളേജിൽ ചികിത്സകൾ ആരംഭിക്കുമെന്ന് ഫിറോസ് അറിയിച്ചു. അസുഖം മുൻകൂട്ടി അറിഞ്ഞിട്ടും അതിൻ്റെ വേദനയും ഭയവും ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ രേണു മുന്നോട്ട് പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. രേണു ഇന്നൊരു വലിയ പോരാട്ടത്തിൻ്റെ നടുവിലാണ്. അത്ര ചെറുതല്ലാത്ത രോഗത്തോട് അവർ ധൈര്യത്തോടെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അസുഖം മുൻകൂട്ടി അറിഞ്ഞിട്ടും അതിൻ്റെ വേദനയും ഭയവും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മനസ്സിൽ ഒതുക്കി ചികിത്സയുമായി മുന്നോട്ട് പോയ ഒരാളാണ് അവർ. രേണുസുധി രോഗമാണെങ്കിൽ കൂടുതൽ സാരമായി ബാധിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സ ആരംഭിക്കാൻ ഇരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എനിക്ക് എല്ലാവരോടും ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. ദയവായി നെഗറ്റീവ് കമൻറ്റുകളും പരിഹാസങ്ങളും ഒഴിവാക്കുക. ജീവിതം നമുക്ക് എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് അവർക്ക് സന്തോഷം നൽകുന്ന റീലുകളും വീഡിയോകളും അവർ ചെയ്യട്ടെ. അവരുടെ ഈ കുഞ്ഞു സന്തോഷങ്ങൾ അവർ ആഘോഷിക്കട്ടെ. അവരുടെ ചില പ്രതികരണങ്ങൾ മൂലം ജീവിതത്തിൽ ഞാനടക്കം പലരും ഇതിനോടകം തന്നെ ഒരുപാട് വേദനകളും നഷ്ടങ്ങളും നേരിട്ടിട്ടുണ്ട്. അതൊന്നും മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യാനോ അവരുടെ അസുഖവിവരം അറിഞ്ഞ് സന്തോഷിക്കാനോ എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെയും ഈ ഭൂമിയോട് വിട പറയേണ്ടവരാണ്. പക്ഷേ അവർക്ക് സഹതാപം ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ ഉപദ്രവിക്കാതെ ഇരിക്കുക എന്നതാണ്. ഇഷ്ടമില്ലെങ്കിൽ അവരുടെ വീഡിയോകൾ അവഗണിക്കാം. പക്ഷേ ദയവായി വേദനിപ്പിക്കരുത്. ഏതായാലും അസുഖത്തെക്കുറിച്ച് കൂടുതലൊന്നും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. നമുക്കേതായാലും രേണുസുധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏതായാലും അവരെ അവഗണിക്കാതെ അവരെ വേദനിപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.